നൈൽ നദിയിൽ ഇത്ര വലിയ കറാമത്ത് കാണിച്ച മഹാന്മാര്, വലിയ പവിത്രതയുള്ള നദിയാണ്. ചരിത്രകാരന്മാർ എഴുതിയില്ലേ, ലോകത്ത് ഏറ്റവും നീളം കൂടിയ നദി 6650 കിലോമീറ്റർ നീളമുള്ള നദിയാണ് നൈൽ നദി. ആ നദിക്ക് മഹാന്മാരുമായിട്ട് വലിയ ബന്ധമുണ്ട്. സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കേട്ടിട്ടില്ലേ? പൊട്ടക്കിണറ്റിലേക്ക് ഈ കാക്കമാര് വലിച്ചെറിഞ്ഞു. പിന്നീട് യാത്രാ സംഘത്തിന്റെ തൊട്ടിയിൽ അള്ളിപ്പിടിച്ച് മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം മിസ്റിന്റെ അധികാരിയായി, ഭരണാധികാരിയായി. മിസ്റിന്റെ അധികാര മണ്ഡലം എങ്ങനെയാണുള്ളത്? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അധികാരം മിസ്റിന്റെ മധ്യഭാഗത്തിലൂടെയാണ് നൈൽ നദി ഒഴുകുന്നത്. അപ്പോൾ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശ്രദ്ധ നൈലിന്റെ ഇക്കരയും അക്കരയും എത്തണം. ഭരണാധികാരി അങ്ങനെയാകണമല്ലോ, നാടിന്റെ എല്ലാ ഭാഗത്തും ശ്രദ്ധയെത്തണം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവിടുത്തെ ഭരണപ്രദേശം നൈലിന്റെ 2 കരകളുമാണ്. മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ ഒരിക്കൽ ഇക്കരെ താമസിക്കുന്ന, ഇക്കരയാണ് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ കൊട്ടാരമുള്ളത്. ആ കൊട്ടാരത്തിൽ താമസിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ ഭരണീയരുടെ, തന്റെ ഭരണപ്രദേശത്തുള്ള ജനങ്ങളുടെ ക്ഷാമം അന്വേഷിക്കാൻ വേണ്ടി, അവരുടെ ക്ഷേമം അറിയാൻ വേണ്ടി അതാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം നൈലിന്റെ അക്കരേക്ക് യാത്രയായി. ഇക്കരെ ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന യൂസുഫ് നബി അലൈഹിസ്സലാം തന്റെ നാട് കാണാൻ നൈലിന്റെ അക്കരെ പോയി. ഒരിക്കൽ നൈലിന്റെ അക്കരെ വെച്ച് മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി. ഇത്രയും കാലം യൂസുഫ് അലൈഹിസ്സലാം ഈ കൊട്ടാരത്തിലാണ് താമസിച്ചത്. എപ്പോഴെങ്കിലും ഇടയ്ക്കു മാത്രമാണ് നൈലിന്റെ അക്കരെ പോകാറുള്ളത്. അക്കരെ ചെന്നപ്പോൾ അവിടെ വെച്ച് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വഫാത്തായി. അപ്പോൾ പിന്നെ നൈലിന്റെ അക്കരക്കാരും ഇക്കരക്കാരും തമ്മിൽ പ്രശ്നമായി. എന്താ പ്രശ്നം? ഒരു കരയിലുള്ളവർ പറയുകയാണ്, യൂസുഫ് നബി അലൈഹിസ്സലാം ഇത്രയും കാലം ഞങ്ങളുടെ നാട്ടിലാണല്ലോ താമസിച്ചത്, യൂസുഫ് നബിയുടെ കൊട്ടാരം ഞങ്ങളുടെ നാട്ടിലാണല്ലോ ഉള്ളത്, അതുകൊണ്ട് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജനാസ കൊട്ടാരമുള്ള ഇക്കര മറവു ചെയ്യാമല്ലോ. അപ്പോൾ നൈലിന്റെ അക്കരക്കാര് പറയുകയാണ്, ഞങ്ങൾ വിട്ടുതരില്ല. കാരണം യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതം കൂടുതൽ അക്കരയാണെങ്കിലും ഇപ്പോൾ വഫാത്തായത് ഈ കരയിൽ വെച്ചാണല്ലോ, അതുകൊണ്ട് ഞങ്ങൾ ജനാസ വിട്ടുതരില്ല. നൈലിന്റെ അക്കരക്കാരും ഇക്കരക്കാരും തമ്മിൽ പ്രശ്നമായി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനാസയുടെ വിഷയത്തിൽ. അപ്പോൾ അവസാനം അവരൊരു പരിഹാരത്തിലെത്തി. നമുക്ക് യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനാസ ഒരു പെട്ടിയിലാക്കിയിട്ട് നൈലിലൂടെ ഒഴുക്കാം. ആ പെട്ടി നൈലിന്റെ ഏത് കരയിലാണോ ചെന്നു നിൽക്കുന്നത്, അവിടെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനാസ മറവു ചെയ്യാമല്ലോ. 2 കരക്കാരും തീരുമാനത്തിലെത്തി. ഇത് നൈലിന്റെ ഒരു പ്രത്യേകതയാണ്. വേറെ ഒരു നിവേദനത്തിൽ കാണുന്നത്, അന്നുള്ള ആധുനിക സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തി യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജനാസ നൈൽ നദിയിൽ തന്നെ മറവു ചെയ്തു എന്നാണ്. അങ്ങനെയാണെങ്കിൽ നൈലിന്റെ മഹത്വം എത്രയാണ്! ഒരു പ്രവാചകനെ സ്വീകരിക്കാൻ ഭാഗ്യം കിട്ടിയ നദിയല്ലേ നൈൽ നദി. മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാം നൈൽ നദിയിലൂടെ സഞ്ചരിച്ചില്ലേ? വൗഹൈനാ ഇലാ ഉമ്മി മൂസ അൻ അർളിഇഹി ഫഇദാ ഖിഫ്തി അലൈഹി ഫഅൽഖി ഫിൽ യം. ഓ മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഉമ്മാക്ക് നമ്മൾ സന്ദേശം നൽകി,
നിങ്ങൾ മൂസാ നബിക്ക് മുല കൊടുക്കണേ. നാട്ടിലെ അധികാരി മൂസ നബി അലൈഹിസ്സലാമിനെ കൊന്നുകളയുമെന്ന ബേജാറുണ്ടോ? എങ്കിൽ നൈലിലേക്ക് മൂസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പെട്ടിയിലാക്കി നിക്ഷേപിക്കണേ. വലാ തഖാഫി വലാ തഹ്സനി, നിങ്ങൾ ഭയക്കേണ്ടതില്ല. നെയ്ൽ നിങ്ങളെ മകനായി മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മുക്കിക്കളയുകയില്ല. നെയ്ൽ അലക്ഷ്യമായി എവിടെയെങ്കിലും കൊണ്ടുപോയി വിട്ടേക്കുകയില്ല. നൈൽ നദിയിലൂടെ സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം സഞ്ചരിക്കുന്നു. ഇങ്ങനെ എത്ര മഹത്വങ്ങളാണ് നൈൽ നദിക്കുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അന്നീലു വൽ ഫുറാത്തു മിൻ അൻഹാരിൽ ജന്ന. നൈൽ നദിയും യൂഫ്രട്ടീസ് നദിയും അത് സ്വർഗീയ അരുവികളാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ബിഗുടനീലൻ നഹറദിൻഡോലിഫതൈ നീലത്തെ വേളൈ മൂക മക്കന കൊണ്ടയ്യതൈ നാടത്തെ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇങ്ങനെ നൈലിന് വലിയ മഹത്വം ഉണ്ട്. ഇന്നലെ നമ്മൾ സൂചിപ്പിച്ചു, ഈജിപ്ത്, മിസ്ർ മരുഭൂമിയാണ്. ആ മരുഭൂമിയിൽ നല്ല ഫലഭൂയിഷ്ഠമായ മണ്ണുണ്ട്. എന്താ കാരണം? അത് നൈൽ നദി കൊണ്ടുവന്നിട്ടുള്ള മണ്ണാണ്. 11 രാജ്യങ്ങളിലൂടെ 6650 കിലോമീറ്റർ ഒഴുകിയിട്ട് നൈൽ മിസ്റിലെത്തുമ്പോൾ പല നാടുകളിൽ നിന്നും നൈൽ ധാരാളം വളക്കൂറുള്ള മണ്ണ് കൊണ്ടുവരികയാണ് ഈജിപ്തിലേക്ക്. ഇത്രയാണ് നൈലിന്റെ വളക്കൂറുള്ള മണ്ണ് അവിടെ ചെന്നടയുന്നത്. ഇത് ഖുർആൻ പറഞ്ഞിട്ടില്ലേ? നൈലിനെ കുറിച്ച് ഇങ്ങനെ ഒരു പരാമർശം ഖുർആനിലുണ്ട്. ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായിൽ ഈ ആയത്ത് വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അവലം യറൂ അന്നാ നസൂഖുൽ മാഅ ഇലൽ അർളിൽ ജുർസ് ഫനുഖ്രിജു ബിഹി സറഅ തഅകുലു മിൻഹു അൻആമുഹും വഅൻഫുസുഹും അഫലാ യുബ്സിറൂൻ. സ്വാഭാവികമായി ഏത് നദിയും ഇങ്ങനെയാണ്. അവലം യറൂ, ഹേ ജനങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അന്നാ നസൂഖുൽ മാഅ ഇലൽ അർളിൽ ജുർസ്, ഫലഭൂയിഷ്ഠമായ മണ്ണില്ലാത്ത നാട്ടിലേക്ക് നമ്മൾ സമുദ്രത്തെ ഒഴുക്കിയില്ലേ? ദൂരങ്ങൾ താണ്ടിയിട്ട് വെള്ളം ഇങ്ങനെ സമുദ്രങ്ങൾ ഒലിച്ചു വരുമ്പോൾ ഫലഭൂയിഷ്ഠമായ പല മണ്ണിലൂടെയും ആ സമുദ്രം ഇങ്ങനെ ഒലിച്ചു വരുന്നു. എന്നിട്ട് അതാ മരുഭൂമികളിലേക്ക് നല്ല വളക്കൂറുള്ള മണ്ണ് കൊണ്ടുപോയിടുകയാണ്. ഫനുഖ്രിജു ബിഹി സറഅ, അതിലൂടെ നമ്മൾ കൃഷി പുറത്തേക്ക് കൊണ്ടുവരികയാണ്. ഈ ആയത്ത് നൈലിനെ അന്വർത്ഥമാക്കുന്നുണ്ടെന്ന് ഇബ്നു കസീർ അൽ ബിദായത്തു വന്നിഹായിൽ രേഖപ്പെടുത്തിയില്ലേ? കാരണം ലോകത്ത് ഏറ്റവും നീളമുള്ള നദി നൈൽ നദിയാണ്. ആ നൈൽ നദി മരുഭൂമിയിലേക്ക് വളക്കൂറുള്ള മണ്ണ് കൊണ്ടുവരികയാണ്. എന്നിട്ട് മിസ്റിനെ ഫലഭൂയിഷ്ഠമായ മണ്ണാക്കുകയാണ്. നൈലുൽ അബിയദുണ്ട്, നൈലുൽ അസ്റഖുണ്ട്. നൈൽ വ്യത്യസ്തങ്ങളായ നിറങ്ങളിലാണ് ഒഴുകുന്നത്. ആ നൈലിന്റെ പ്രാരംഭം അത് തുടങ്ങിയാൽ വെള്ള നിറത്തിലാണ് നൈലിന്റെ വെള്ളമുള്ളത്. പിന്നീട് അത് നീല നിറത്തിലേക്ക് മാറുന്നുണ്ട് എന്ന് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാനിപ്പോൾ ആ വിഷയത്തിലേക്ക് വരുന്നില്ല.
അതുകൊണ്ടല്ലേ മഹാനായ ഇമാം സുബ്കി റഹിമഹുല്ലാഹ് പാടിയത് വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബാഇൻ നബിയിൽ മുത്തബഅ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫാനീലു മിസ്റാ സുമ്മ ബാഖിൽ അൻഹുരി. ലോകത്തുള്ള എല്ലാ വെള്ളങ്ങൾക്കും ഒരേ സ്ഥാനമല്ല ഉള്ളത്. ഇമാം താജുദ്ദീൻ സുബ്കി റഹിമഹുല്ലാഹ് പാടുകയാണ് വഅഫ്ളലുൽ മിയാഹി, വെള്ളങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബഇൻ നബിയിൽ മുത്തബഅ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ ഒലിച്ച വെള്ളമാണ്. അവിടുത്തെ മുഅ്ജിസത്ത് മുഖേനെ സ്വഹാബത്ത് പറഞ്ഞില്ലേ, നബിയേ വെള്ളമില്ല നബിയേ. അപ്പോൾ ഹബീബായ തങ്ങളെ ഉള്ള പാത്രം കൊണ്ടുവരൂ സ്വഹാബ. സ്വഹാബത്ത് കൊണ്ടുവന്നപ്പോൾ അവരെ തോൽപാത്രത്തിലേക്ക് ഹബീബായ തങ്ങൾ തന്റെ വിശുദ്ധമായ കരങ്ങൾ വെക്കുന്നു. അതാ അവിടുത്തെ വിരലുകൾക്കിടയിലൂടെ വെള്ളം ഉറവ പൊട്ടിയൊലിക്കുകയാണ്. സ്വഹാബത്ത് ഭാഗ്യവാന്മാരല്ലേ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിരലുകൾക്കിടയിലൂടെ ഉറവ പൊട്ടിയൊലിച്ച വെള്ളമാണ് ലോകത്തെ ഒന്നാം സ്ഥാനത്തുള്ള വെള്ളം. അത് കഴിഞ്ഞാൽ പിന്നെ യലീഹി മാഉ സംസമുൻ ഫൽ കൗസറു ഫാനീലു മിസ്റാ സുമ്മ ബാഖിൽ അൻഹുരി. അത് കഴിഞ്ഞാൽ യലീഹി മാഉ സംസമു, പിന്നെയാണ് മാഉ സംസമിന് പ്രത്യേകതയുള്ളത്. രണ്ടാം സ്ഥാനത്തുള്ളത് മാഉ സംസമാണ്. ഫൽ കൗസറു, പിന്നെ ഹൗദുൽ കൗസറിലെ വെള്ളമാണ്. അല്ലാഹുവേ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തൃക്കരങ്ങളെ കൊണ്ട് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാൻ ഞങ്ങൾക്കും ഞങ്ങളെ മാതാപിതാക്കള്, ഞങ്ങളെ ഉസ്താദുമാര്, ഞങ്ങളെ ഭാര്യ സന്താനങ്ങള്, ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയവര് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ നാഥാ. ഈ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരുപാട് തവണ മനാമിൽ കാണാൻ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അപ്പോൾ മൂന്നാം സ്ഥാനത്തുള്ളത് ഹൗദുൽ കൗസറാണ്. പിന്നെ ഏതാണ്? ഫാനീലു മിസ്റാ സുമ്മ ബാഖിൽ അൻഹുരി. പിന്നെ മിസ്റിലുള്ള നൈൽ നദിയിലെ വെള്ളമാണ്. ഹൗദുൽ കൗസർ കഴിഞ്ഞാൽ പിന്നെ മഹത്വമുള്ള വെള്ളം നൈലിലെ വെള്ളമാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ സുമ്മ ബാഖിൽ അൻഹുരി, പിന്നെ മറ്റ് അരുവികളിലെ വെള്ളമാണ്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് പോലെയുള്ള നദികളിലും മറ്റു കുളങ്ങളിലും തോടുകളിലും സമുദ്രങ്ങളിലും ഒക്കെയുള്ള വെള്ളമാണ്. ലോകത്തുള്ള വെള്ളങ്ങളിൽ നാലാം സ്ഥാനം അലങ്കരിക്കുന്നത് നൈലിലെ വെള്ളമാണ്. ഇതിന്റെ കാരണം മഹാന്മാര് ഉപയോഗിച്ച വെള്ളമാണത്. മഹാന്മാരുടെ അവരുടെ സ്പർശനമുള്ള വെള്ളമാണത്. പ്രവാചകന്മാര് കിടന്ന വെള്ളമാണത്. പ്രവാചകന്മാരുമായി ബന്ധമുള്ള വെള്ളമാണത്. അതുകൊണ്ട് നൈൽ നദിയിലെ വെള്ളത്തിന് ഏറെ മഹത്വമാണ്. സയ്യിദത്തുനാ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ റമദാനായാൽ വീട്ടിൽ നിന്നിറങ്ങുകയാണ്. എങ്ങോട്ടാണ് പോകുന്നത്? ഇബാദത്തിന് വേണ്ടി പോവുകയാണ്. നൈൽ നദിയുടെ കരയിലേക്ക് ഒറ്റപ്പെട്ട് ഇബാദത്ത് എടുക്കാൻ സയ്യിദത്തുനാ ബീവി നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ നൈലിന്റെ കരയിൽ വന്നിട്ട് ഇബാദത്ത് എടുത്ത ഒരുപാട് മഹാന്മാരുണ്ട്. അൽ കാമിലു ഫി താരീഖിൽ നൈലിന്റെ കരയിൽ നിന്ന് തന്നെ ഇബാദത്ത് എടുത്ത മഹാന്മാരെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതൊരു മുബാറക്കായ സ്ഥലമാണ്.
നമ്മൾ സാധാരണ നൈൽ നദി എന്ന് പറഞ്ഞ് അങ്ങനെ അതിന്റെ ഗൗരവം ഉൾക്കൊള്ളാതെ വിടാൻ പാടില്ല. മഹാന്മാരും മഹദികളും നൈലിന്റെ കരയിൽ വന്നിട്ട് ഇബാദത്ത് എടുത്തു. നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ റമദാൻ ഒന്നായാൽ വീട്ടിൽ നിന്ന് നിസ്കാരക്കുപ്പായവും പായൊക്കെ ആയിട്ട് ഇറങ്ങുകയാണ്. എന്തിനാണ്? നൈലിന്റെ കരയിൽ വന്ന് ഇബാദത്തിലാണ്. മാസം കണ്ട് പെരുന്നാൾ നിസ്കാരവും കഴിഞ്ഞിട്ടല്ലാതെ നഫീസ റളിയല്ലാഹു അൻഹാ വീട്ടിലേക്ക് പോകാറില്ല. നൈലിന്റെ കരക്ക് വലിയ മഹത്വമുള്ളത് കൊണ്ടാണ് അവിടെ വന്നിട്ട് മഹദിയായ നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ ഇബാദത്ത് എടുക്കുന്നത്. അല്ലാഹുവേ, അവരെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാഹ്. ഈമാൻ സലാമത്താക്കണേ അല്ലാഹ്. ഇത്ര വലിയ മഹത്വമുണ്ട് നൈൽ നദിക്ക്. എന്നാൽ ആ നൈൽ നദിയിലെ വെള്ളം ഒരിക്കൽ പൂർണ്ണമായി രക്തമായി പോയ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. നൈൽ നദിയിലെ വെള്ളം രക്തമായി പോയി. ബനൂ ഇസ്രായീലിലേക്ക് അല്ലാഹു തആല അനവധി ധാരാളം ശിക്ഷകൾ ഇറക്കിയിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു ശിക്ഷയാണ് തവള മഴ പെയ്യാൻ തുടങ്ങി. എങ്ങനെയാണ് തവള മഴ പെയ്തത്? മഹാന്മാരായ ചരിത്രകാരന്മാര് രേഖപ്പെടുത്തുകയാണ്. അവരീദാ ഫതഹ ഫമഹു ലിത്വആമിൻ ഔ ശറാബിൻ സഖതത് ഫീഹി ളിഫദഅതുൻ മിൻ തിൽകൽ ലഫാദി. ബനൂ ഇസ്രായീലിന് വെള്ളം കുടിക്കാനോ ഭക്ഷണം കഴിക്കാനോ വായ തുറന്നാൽ അപ്പോഴേക്ക് അവരെ വായിലേക്ക് തവള ചാടുകയാണ്, തവള കയറുകയാണ്. ഇങ്ങനെ ഒരു ശല്യം ബനൂ ഇസ്രായീലിർക്കുണ്ടായിട്ടുണ്ട്. എന്നാൽ വഅമ്മദ്ദമു, പിന്നെ അവിടെ രക്തമഴ പെയ്യുകയാണ്. അതെങ്ങനെയാണ്? ഫകാന ഖദ് മുസിജ മാഉഹു കുല്ലുഹും, ആ നാട്ടിലുള്ള വെള്ളമെല്ലാം രക്തക്കലർപ്പുള്ള വെള്ളമായി. ഫലാ യസ്തഖൂന മിനൽ നീലി ശൈആ ഇല്ലാ വജദൂഹു ദമൻ അബീതാ. അവർ നൈൽ നദിയിലെ വെള്ളം മുക്കാൻ വേണ്ടി വന്നു. പക്ഷേ അവിടെ അല്ലാഹുവിന്റെ അദാബാണ്. നൈലിലെ വെള്ളം മുക്കിയപ്പോൾ പോലും അതുപോലും രക്തക്കലർപ്പുള്ള വെള്ളമായി. ഇങ്ങനെ ഒരനുഭവം വിശുദ്ധമായ നൈൽ നദിക്കുണ്ടായിട്ടുണ്ട്. അത് ബനൂ ഇസ്രായീലിയര് അവര് അനാവശ്യം കാണിച്ചതുകൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുത്തെ ഹദീസിൽ നൈലിനെ കുറിച്ചുള്ള പരാമർശങ്ങൾ കാണുന്നുണ്ട്. മഹാനായ കഅബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നഹ്റുൻ നീലി, നൈൽ നദി നെഹ്റുൽ അസലി ഫിൽ ജന്ന, സ്വർഗത്തിലെ തേനിന്റെ അരുവിയാണ്. സ്വർഗത്തിൽ തേനരുവിയുണ്ട്. ഭൂമിയിലൂടെ ഒലിച്ചുകൊണ്ടിരിക്കുന്ന നൈൽ നദി സ്വർഗത്തിൽ തേനിന്റെ അരുവിയാണെന്ന് മഹാനായ കഅബുൽ അഹ്ബാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഇത്ര വലിയ മഹത്വം വിശുദ്ധമായ നൈൽ നദിക്കുണ്ട്.